പവർ ഓഫ് ഹാബിറ്റ്, ശീലങ്ങളുടെ ശക്തി. മനുഷ്യജീവിതം രൂപപ്പെടുന്നത് വലിയ തീരുമാനങ്ങളിലൂടെയല്ല, മറിച്ച് നാം ദിനംപ്രതി ആവർത്തിക്കുന്ന ചെറിയ പ്രവർത്തനങ്ങളിലൂടെയാണ്. രാവിലെ എഴുന്നേൽക്കുന്ന രീതി മുതൽ പഠനം, ജോലി, ബന്ധങ്ങൾ, ആരോഗ്യ പരിപാലനം എന്നിവയോടുള്ള നമ്മുടെ സമീപനം വരെ പലതും ശീലങ്ങളുടെ ഫലമാണ്. എന്നാൽ ഈ ശീലങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു? അവയെ മാറ്റാൻ കഴിയുമോ? വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സമൂഹങ്ങളുടെയും വിജയത്തെ ശീലങ്ങൾ എത്രമാത്രം സ്വാധീനിക്കുന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുന്ന ഒരു ആഴമുള്ള പഠനമാണ് ചാൾസ് ദൂഹിഗ് എഴുതിയ ദ പവർ ഓഫ് ഹാബിറ്റ്. ഈ പുസ്തകം ശീലങ്ങളെ ഒരു സാധാരണ മനഃശാസ്ത്ര വിഷയം എന്ന നിലയിൽ മാത്രമല്ല, മറിച്ച് ജീവിതം മാറ്റാൻ കഴിയുന്ന ശക്തമായ ഉപാധിയായി അവതരിപ്പിക്കുന്നു. ശീലങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന ശാസ്ത്രീയ വിശദീകരണത്തിൽ നിന്ന് തുടങ്ങി വലിയ കമ്പനികളുടെ വിജയ രഹസ്യങ്ങളിലേക്കും സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ ഉദയങ്ങളിലേക്കും ഈ പുസ്തകം വായനക്കാരനെ നയിക്കുന്നു. പുസ്തകം 3 പ്രധാന ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ആദ്യ ഭാഗം വ്യക്തിഗത ശീലങ്ങളെക്കുറിച്ചാണ്. രണ്ടാമത്തെ ഭാഗം വിജയകരമായ സംഘടനകളുടെ ശീലങ്ങളെ വിശദീകരിക്കുന്നു. മൂന്നാമത്തെ ഭാഗം സമൂഹങ്ങളുടെയും സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും ശീലങ്ങളിലേക്കാണ് ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഓരോ ഭാഗവും നമ്മെ ഒരു പ്രധാന സത്യം പഠിപ്പിക്കുന്നു: ശീലങ്ങളെ മനസ്സിലാക്കുമ്പോൾ മാറ്റം സാധ്യമാകുന്നു. ഈ വിശദീകരണത്തിൽ ദ പവർ ഓഫ് ഹാബിറ്റ് എന്ന പുസ്തകത്തിലെ പ്രധാന ആശയങ്ങളെ ലളിതവും വ്യക്തവുമായ രീതിയിൽ അവതരിപ്പിക്കുകയും ശീലങ്ങൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ നിയന്ത്രിക്കുകയും മാറ്റുകയും ചെയ്യുന്നു എന്നുമുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഹാബിറ്റ് ലൂപ്പ്. ശീലങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു? മനുഷ്യജീവിതത്തിൽ ശീലങ്ങൾ നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. നാം ദിവസേന ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ വലിയൊരു പങ്കും ആലോചനയില്ലാതെ യാന്ത്രികമായി നടക്കുന്ന ശീലങ്ങളാണ്. ഈ ശീലങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നതാണ് ദ പവർ ഓഫ് ഹാബിറ്റ് എന്ന പുസ്തകത്തിന്റെ ആദ്യ ഭാഗം വിശദീകരിക്കുന്നത്. ഇതിനായി ഹാബിറ്റ് ലൂപ്പ് എന്ന ആശയം അവതരിപ്പിക്കുന്നു. ഹാബിറ്റ് ലൂപ്പ് 3 ഘടകങ്ങളാൽ നിർമ്മിതമാണ്: സൂചന അഥവാ കൂ, ക്രമം അഥവാ പ്രവർത്തനം റുട്ടീൻ, പ്രതിഫലം അഥവാ റിവാർഡ്. ആദ്യം ഒരു സൂചന നമ്മെ ഒരു പ്രത്യേക പ്രവർത്തനത്തിലേക്ക് നയിക്കുന്നു. അത് ഒരു സമയം, ഒരു സ്ഥലം, ഒരു വികാരം അല്ലെങ്കിൽ മറ്റൊരാളുടെ സാന്നിധ്യം ആകാം. ഈ സൂചനയ്ക്ക് പിന്നാലെ നാം പതിവായി ചെയ്യുന്ന പ്രവർത്തനം നടക്കുന്നു. അവസാനമായി ആ പ്രവർത്തനത്തിൽ നിന്നുള്ള പ്രതിഫലം നമ്മുടെ മസ്തിഷ്കത്തെ സംതൃപ്തിപ്പെടുത്തുന്നു. ഈ പ്രതിഫലം തന്നെയാണ് ശീലം ആവർത്തിക്കപ്പെടാൻ കാരണം. ഈ പുസ്തകത്തിൽ മസ്തിഷ്കത്തിലെ ബേസൽ ഗാംഗ്ലിയ എന്ന ഭാഗം ശീലങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും വിശദീകരിക്കുന്നു. ഒരിക്കൽ ഒരു പ്രവർത്തനം ശീലമായി മാറിയാൽ മസ്തിഷ്കം അതിനെക്കുറിച്ച് അധികം ആലോചിക്കാതെ തന്നെ പ്രവർത്തനം നടപ്പിലാക്കും. ഇതാണ് മനുഷ്യനെ ഊർജം സംരക്ഷിക്കാൻ സഹായിക്കുന്നത്. എന്നാൽ ഇതേ സംവിധാനമാണ് നല്ല ശീലങ്ങളോടൊപ്പം ദോഷകരമായ ശീലങ്ങളും ശക്തമാക്കുന്നത്. ഇതിൽ പോളി എന്ന രോഗിയുടെ കഥ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് പുതിയ കാര്യങ്ങൾ ഓർമ്മിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നുവെങ്കിലും ചില ശീലങ്ങൾ അദ്ദേഹം സ്വയം അറിയാതെ തുടരുകയായിരുന്നു. ഇതിലൂടെ ശീലങ്ങൾ ബോധപൂർവമായ ഓർമ്മയിൽ നിന്ന് വ്യത്യസ്തമായി മസ്തിഷ്കത്തിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു എന്ന് തെളിയിക്കുന്നു. ഇവിടെ ചർച്ച ചെയ്ത മുഖ്യ ആശയം ഇതാണ്: ശീലങ്ങൾ മാറ്റാൻ പറ്റില്ലെന്ന ധാരണ തെറ്റാണ്. ശീലത്തിന്റെ ഘടന, സൂചന, പ്രവർത്തനം, പ്രതിഫലം എന്നിവ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കാനും മാറ്റാനും കഴിയും. അതിനാൽ സ്വന്തം ശീലങ്ങളെ മനസ്സിലാക്കുന്നതാണ് വ്യക്തിപരമായ മാറ്റത്തിനുള്ള ആദ്യപടി. ക്രേവിംഗ് ബ്രെയിൻ. മസ്തിഷ്കത്തിന്റെ ആഗ്രഹങ്ങൾ. പുതിയ ശീലങ്ങൾ എങ്ങനെ സൃഷ്ടിക്കാം? ശീലങ്ങൾ നിലനിൽക്കുന്നതിനു പിന്നാലെ ഏറ്റവും ശക്തമായ ഘടകമായ അതിയായ ആഗ്രഹം അഥവാ ക്രേവിംഗ് എന്ന ആശയത്തെക്കുറിച്ചാണ് ഇനി ചർച്ച ചെയ്യുന്നത്. ശീലങ്ങൾ വെറും ആവർത്തനത്തിലൂടെ മാത്രമല്ല രൂപപ്പെടുന്നത്. അവയ്ക്ക് പിന്നിൽ ഒരു ശക്തമായ ആന്തരിക ആഗ്രഹം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. ശീലങ്ങളുടെ സ്ഥിരതയ്ക്ക് കാരണം പ്രതിഫലത്തോടുള്ള പ്രതീക്ഷയാണെന്ന് ഇവിടെ വിശദീകരിക്കുന്നു. ഒരിക്കൽ ഒരു പ്രതിഫലം ലഭിച്ചതിന് ശേഷം അത് വീണ്ടും ലഭിക്കുമെന്ന പ്രതീക്ഷ മസ്തിഷ്കത്തിൽ രൂപപ്പെടുന്നു. ഈ പ്രതീക്ഷയാണ് പിന്നീട് ആഗ്രഹമായി മാറുന്നത്. അങ്ങനെ സൂചന കണ്ടാൽ തന്നെ മസ്തിഷ്കം പ്രതിഫലത്തെ ആഗ്രഹിക്കാൻ തുടങ്ങും. ഈ ആഗ്രഹമാണ് ശീലത്തെ ശക്തിപ്പെടുത്തുന്നത്. പുസ്തകത്തിൽ പ്രശസ്തമായ പെപ്സോഡന്റ് ടൂത്ത്പേസ്റ്റ് കമ്പനിയുടെ കഥ പറയുന്നുണ്ട്.
ആദ്യം പല്ലു തേക്കുന്നത് അമേരിക്കയിൽ ഒരു ശീലമായിരുന്നില്ല. എന്നാൽ വായിൽ ശുദ്ധതയുടെ അനുഭവം അഥവാ ഫ്രഷ് ഫീലിംഗ് എന്ന പ്രതിഫലം ആളുകൾക്ക് ആഗ്രഹമാകുന്ന തരത്തിൽ പരസ്യങ്ങൾ രൂപപ്പെടുത്തിയപ്പോൾ പല്ലു തേക്കൽ ഒരു ദേശീയ ശീലമായി മാറി. ഇവിടെ യഥാർത്ഥ മാറ്റം ഉണ്ടാക്കിയത് ശുദ്ധമായ പല്ലുകളല്ല, ആഗ്രഹം എന്ന പ്രതിഫലം കൂടിയാണ്. അതുപോലെ കായിക താരങ്ങളുടെ പരിശീലന ശീലങ്ങൾ, ചോക്ലേറ്റ് കഴിക്കാനുള്ള ആകർഷണം, സോഷ്യൽ മീഡിയ ഉപയോഗം എന്നിവയൊക്കെ ആഗ്രഹത്തിന്റെ ശക്തിയിലൂടെ ശീലങ്ങളായി മാറുന്നു. മസ്തിഷ്കം പ്രതിഫലം മുൻകൂട്ടി പ്രതീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ ശീലം സ്വയം പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായി മാറുന്നു. ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്ന പ്രധാന പാഠം ഇതാണ്: പുതിയ ശീലങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹം ഉണ്ടാക്കിയെടുക്കണം. വെറും നിർബന്ധമോ ശിക്ഷയോ കൊണ്ടല്ല ശീലങ്ങൾ നിലനിൽക്കുന്നത്. ഒരു പ്രവർത്തനം ചെയ്താൽ ലഭിക്കുന്ന സന്തോഷം, ആശ്വാസം, നേട്ടം അല്ലെങ്കിൽ അവയോടുള്ള ആഗ്രഹം ശീലത്തെ സ്ഥിരമാക്കുന്നു. അതുകൊണ്ട് നല്ല ശീലങ്ങൾ വളർത്താൻ ആഗ്രഹിക്കുന്നവർ അവയിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ പ്രതിഫലങ്ങൾ പോലും വ്യക്തമായി അനുഭവിക്കാൻ പഠിക്കണം. അങ്ങനെ ചെയ്താൽ മസ്തിഷ്കം തന്നെ ആ ശീലത്തെ നിലനിർത്തും. ശീലം മാറ്റാനുള്ള സുവർണ നിയമം. മാറ്റം എങ്ങനെ സംഭവിക്കുന്നു? ഇവിടെ ശീലങ്ങൾ മാറ്റുന്നതിനുള്ള ഏറ്റവും പ്രായോഗികമായ മാർഗമാണ് അവതരിപ്പിക്കുന്നത്. ഇതിനെ ദ ഗോൾഡൻ റൂൾ ഓഫ് ഹാബിറ്റ് ചേഞ്ച് എന്ന് വിളിക്കുന്നു. ഈ നിയമത്തിന്റെ അടിസ്ഥാന ആശയം വളരെ ലളിതമാണ്, എന്നാൽ അത്യന്തം ശക്തവുമാണ്. സൂചനയും പ്രതിഫലവും അതേപടി നിലനിർത്തി പ്രവർത്തനം അഥവാ റുട്ടീൻ മാത്രം മാറ്റുക. മനുഷ്യർ സാധാരണയായി ഒരു ചീത്ത ശീലം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ പുസ്തകം പറയുന്നു, ശീലങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കുക വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവ മസ്തിഷ്കത്തിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു. അതിനാൽ ശീലത്തിന്റെ ഘടന തന്നെ ഉപയോഗിച്ചുകൊണ്ട് മാറ്റം വരുത്തുകയാണ് ഏറ്റവും ഫലപ്രദമായ മാർഗം. പുസ്തകത്തിൽ ഈ ഭാഗത്ത് അനോണിമസ് അഥവാ AA എന്ന സംഘടനയുടെ ഉദാഹരണം വിശദമായി പറയുന്നു. മദ്യപാനത്തിന്റെ ചീത്ത ശീലം മാറ്റാൻ AA സ്വീകരിച്ച മാർഗം പഴയ സൂചനകൾ, സമ്മർദ്ദം, വിഷമം തുടങ്ങിയവ, പ്രതിഫലം, ആശ്വാസം, കൂട്ടായ്മ എന്നിവ നിലനിർത്തി മദ്യപാനം എന്ന പ്രവർത്തനത്തിന് പകരം യോഗങ്ങൾ, സംസാരങ്ങൾ, പിന്തുണ എന്നിവ നൽകുന്നതായിരുന്നു. കൂടാതെ വിശ്വാസം അഥവാ ബിലീഫ് എന്ന ഘടകം ശീലമാറ്റത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുവെന്നും പുസ്തകം വ്യക്തമാക്കുന്നു. വിശ്വാസം വ്യക്തിപരമായതാകാം, അല്ലെങ്കിൽ കൂട്ടായ്മയിൽ നിന്ന് ലഭിക്കുന്നതാകാം. എനിക്ക് മാറാൻ കഴിയും എന്ന വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് ശീലമാറ്റം ദീർഘകാലം നിലനിൽക്കുന്നത്. പലപ്പോഴും ഈ വിശ്വാസം ഒരു സമൂഹത്തിന്റെ പിന്തുണയിലൂടെ ശക്തമാകുന്നു. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ഭാഗത്തിലെ മുഖ്യ സന്ദേശം: ശീലങ്ങളെ തിരിച്ചറിയുക, സൂചനയും പ്രതിഫലവും കണ്ടെത്തുക, അതേ പ്രതിഫലം നൽകുന്ന ഒരു പുതിയ പ്രവർത്തനം കണ്ടെത്തുക, മാറ്റം സാധ്യമാണെന്ന് വിശ്വസിക്കുക. ഇതാണ് ശീലമാറ്റത്തിന്റെ സുവർണ നിയമം. ഈ നിയമം വ്യക്തിപരമായ ജീവിതത്തിലും പഠനത്തിലും ആരോഗ്യത്തിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നമ്മെ സഹായിക്കുന്നു. കീസ്റ്റോൺ ശീലങ്ങൾ. പോൾ ഓ'നീലിന്റെ കഥ. ഇവിടെ സംഘടനകളുടെ വിജയത്തിന് പിന്നിലെ ഏറ്റവും ശക്തമായ ആശയങ്ങളിലൊന്നായ കീസ്റ്റോൺ ഹാബിറ്റ്സ് എന്ന ആശയം അവതരിപ്പിക്കുന്നു. എല്ലാ ശീലങ്ങളും ഒരുപോലെ പ്രാധാന്യമുള്ളതല്ല. ചില ശീലങ്ങൾ മാറുമ്പോൾ അതിൻ്റെ സ്വാധീനം സംഘടനയുടെ മറ്റു മേഖലകളിലേക്കും പടർന്ന് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. ഇത്തരത്തിലുള്ള ശീലങ്ങളെയാണ് കീസ്റ്റോൺ ശീലങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇതിന് ഉദാഹരണമായി അൽക്കോവ എന്ന അലുമിനിയം കമ്പനിയുടെ കഥയാണ് പുസ്തകത്തിൽ പറയുന്നത്. പോൾ ഓ'നീൽ അൽക്കോവയുടെ CEO ആയി വന്നപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് ലാഭം, വിപണി വികസനം തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. എന്നാൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഒരൊറ്റ കാര്യത്തിലായിരുന്നു: തൊഴിലാളികളുടെ സുരക്ഷ. ഇത് കേട്ടപ്പോൾ പലർക്കും സംശയം തോന്നി. എന്നാൽ ഈ ഒരൊറ്റ ശീലത്തിൽ മാറ്റം വരുത്തിയതോടെ കമ്പനിയിലെ ആശയവിനിമയം മെച്ചപ്പെട്ടു, കാര്യക്ഷമത ഉയർന്നു, അപകടങ്ങൾ കുറഞ്ഞു, ഒടുവിൽ ലാഭം വർദ്ധിച്ചു. ഇവിടെ സുരക്ഷ എന്ന ശീലം ഒരു കീസ്റ്റോൺ ശീലമായി പ്രവർത്തിച്ചു. കാരണം അത് കമ്പനിയിലെ മാനേജ്മെന്റ് രീതികളും ഉത്തരവാദിത്വ ബോധവും പ്രശ്നപരിഹാര സംസ്കാരവും മാറ്റി. ഒരു മേഖലയിൽ വന്ന ശീലമാറ്റം മറ്റു പല മേഖലകളിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കി. പുസ്തകത്തിലെ ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് വലിയ മാറ്റങ്ങൾ തുടങ്ങുന്നത് ചെറുതെങ്കിലും നിർണായകമായ ശീലങ്ങളിൽ നിന്നാണ്. വ്യക്തികളായാലും സ്ഥാപനങ്ങളായാലും എല്ലാ പ്രശ്നങ്ങളും ഒരുമിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ ശരിയായ ഒരു കീസ്റ്റോൺ ശീലം കണ്ടെത്തി അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ്.
സംഘടനകൾക്ക് വ്യക്തമായ മൂല്യങ്ങൾ സൃഷ്ടിക്കാനും ജീവനക്കാരെ ഒരേ ലക്ഷ്യത്തിലേക്ക് നയിക്കാനും കീസ്റ്റോൺ ശീലങ്ങൾ സഹായിക്കുന്നു. അതിനാൽ വിജയത്തിലെത്തിയ സ്ഥാപനങ്ങൾ അവരുടെ കീസ്റ്റോൺ ശീലങ്ങളെ തിരിച്ചറിയുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. സ്റ്റാർബക്സും വിജയത്തിന്റെ ശീലവും. ഇച്ഛാശക്തി ഒരു ശീലമാകുമ്പോൾ, ഇച്ഛാശക്തി അഥവാ വിൽ പവർ ഒരു വ്യക്തിഗത ഗുണം മാത്രമല്ല, മറിച്ച് പരിശീലനത്തിലൂടെ വളർത്താവുന്ന ഒരു ശീലമാണ് എന്ന ആശയമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇത് വിശദീകരിക്കാൻ സ്റ്റാർബക്സ് എന്ന കമ്പനിയിലെ പരിശീലന രീതികളെ ഉദാഹരണമായി ഉപയോഗിക്കുന്നു. സ്റ്റാർബക്സ് തന്റെ ജീവനക്കാരെ വെറും കാപ്പി ഉണ്ടാക്കാൻ മാത്രമല്ല, സമ്മർദ്ദം, കോപമുള്ള ഉപഭോക്താക്കൾ, അനിശ്ചിത സാഹചര്യങ്ങൾ എന്നിവയെല്ലാം കൈകാര്യം ചെയ്യാൻ പ്രത്യേകം പരിശീലിപ്പിക്കുന്നു. ഇവർക്കായി മുൻകൂട്ടി തയ്യാറാക്കിയ പ്രവർത്തന പദ്ധതികളുണ്ട്. ഇതിലൂടെ ഒരു പ്രയാസകരമായ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ജീവനക്കാർക്ക് ആലോചിക്കേണ്ടതില്ല. അത് ഒരു ശീലമായി മാറുന്നു. ശാസ്ത്രീയ പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇച്ഛാശക്തി ഒരു പരിമിതമായ വിഭവമാണെങ്കിലും ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയും പരിശീലിക്കുകയും ചെയ്താൽ അത് ശക്തമാക്കാം എന്നതാണ്. വിദ്യാർത്ഥികളുടെ പഠന വിജയം, സാമ്പത്തിക നിയന്ത്രണം, ആരോഗ്യശീലങ്ങൾ എന്നിവയുമായി ഇച്ഛാശക്തിക്ക് ശക്തമായ ബന്ധമുണ്ടെന്നും പുസ്തകം പറയുന്നു. സ്റ്റാർബക്സ് ജീവനക്കാർക്ക് ലാറ്റെ മെത്തേഡ് പോലുള്ള ഘടനകൾ നൽകുന്നു. ഇതിലൂടെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലും അവർ ശാന്തമായി പ്രതികരിക്കാൻ പഠിക്കുന്നു. ഇത് അവരുടെ ആത്മവിശ്വാസവും നിയന്ത്രണശേഷിയും വർദ്ധിപ്പിക്കുന്നു. ഇതിലെ പ്രധാന സന്ദേശം, വിജയം യാദൃശ്ചികമല്ല, അത് പരിശീലിപ്പിച്ച ശീലങ്ങളുടെ ഫലമാണ്. ഇച്ഛാശക്തിയെ ഒരു ശീലമായി മാറ്റാൻ കഴിഞ്ഞാൽ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ദീർഘകാല വിജയത്തിലേക്ക് എത്താൻ കഴിയും. പ്രതിസന്ധിയുടെ ശക്തി. അപകടവും രൂപകൽപ്പനയും വഴി ശീലങ്ങൾ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു? പ്രതിസന്ധികൾ അഥവാ ക്രൈസിസ് സംഘടനകളിൽ ശീലമാറ്റത്തിന് എങ്ങനെ അവസരമാകുന്നു എന്നതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. സാധാരണയായി മാറ്റങ്ങൾ സ്വീകരിക്കാൻ മടിക്കുന്ന സ്ഥാപനങ്ങൾ പോലും പ്രതിസന്ധി സമയത്ത് പുതിയ ശീലങ്ങൾ സ്വീകരിക്കാൻ നിർബന്ധിതരാകുന്നു. ഈ സന്ദർഭത്തിൽ റോഡ് ഐലൻഡ് എന്ന ആശുപത്രിയിലെ ഒരു മെഡിക്കൽ പിഴവിന്റെ കഥ പറയുന്നു. ഈ പിഴവ് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. എന്നാൽ അതിന്റെ പിന്നാലെ ആശുപത്രി സുരക്ഷാ നടപടികളും ആശയവിനിമയ രീതികളും പൂർണ്ണമായി മാറ്റി. ഇതിലൂടെ രോഗികളുടെ സുരക്ഷ വലിയ തോതിൽ മെച്ചപ്പെട്ടു. അതുപോലെ ലണ്ടൻ അണ്ടർഗ്രൗണ്ടിലുണ്ടായ തീപിടുത്തം സുരക്ഷാശീലങ്ങൾ മാറ്റാൻ കാരണമായതും ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. പ്രതിസന്ധികൾ പഴയ ശീലങ്ങളെ തകർക്കുകയും പുതിയ രീതികൾ നടപ്പിലാക്കാൻ മാനേജ്മെന്റിന് അവസരം നൽകുകയും ചെയ്യുന്നു. എന്നാൽ പുസ്തകം മുന്നറിയിപ്പ് നൽകുന്നത് പ്രതിസന്ധികളെ അവഗണിച്ചാൽ അവ അപകടകരമാകാം എന്നതാണ്. ശരിയായ നേതൃത്വം ഇല്ലാതെയാകുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാവുകയും അത് തെറ്റായ ശീലങ്ങൾക്ക് കാരണമാകുകയും ചെയ്യാം. ഇവിടത്തെ മുഖ്യ ആശയം ഇതാണ്: പ്രതിസന്ധികൾ ശീലമാറ്റത്തിനുള്ള വാതിലുകളാണ്. ബോധപൂർവമായ നേതൃത്വം ഉണ്ടെങ്കിൽ അവയെ ഉപയോഗിച്ച് സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ശക്തമാകാം. ടാർഗറ്റ്. നിങ്ങളെക്കാൾ മുമ്പേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അറിയുമ്പോൾ. ഈ അധ്യായം ഡാറ്റയും ഉപഭോക്തൃശീലങ്ങളും വലിയ കമ്പനികൾ എങ്ങനെ കൃത്യമായി ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. ടാർഗറ്റ് എന്ന റീറ്റെയിൽ കമ്പനി ഉപഭോക്താക്കളുടെ സാധനങ്ങൾ വാങ്ങുന്ന ശീലം വിശകലനം ചെയ്ത് അതുവഴി അവരുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ പോലും മുൻകൂട്ടി തിരിച്ചറിയാൻ കഴിയുന്നു എന്നാണ് വിശദീകരിക്കുന്നത്. ഉദാഹരണമായി, ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകളെ അവരുടെ വാങ്ങൽ രീതികളിലൂടെ ടാർഗറ്റ് തിരിച്ചറിയുന്ന സംഭവമാണ് ഇവിടെ പറയുന്നത്. ഉപഭോക്താക്കൾ എന്ത് വാങ്ങുന്നു, എപ്പോൾ വാങ്ങുന്നു, എത്ര ഇടവേളയിൽ വാങ്ങുന്നു തുടങ്ങിയ വിവരങ്ങൾ ചേർത്താൽ അവരുടെ ജീവിതഘട്ടങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ആളുകൾക്ക് തങ്ങൾ നിരീക്ഷിക്കപ്പെടുന്നു എന്ന തോന്നലുണ്ടാകുമ്പോൾ അത് അസ്വസ്ഥത സൃഷ്ടിക്കുന്നു. അതിനാൽ ടാർഗറ്റ് പരസ്യങ്ങൾ സാധാരണയായി തോന്നുന്ന തരത്തിലേക്ക് മാറ്റി ശീലങ്ങളെ സ്വാഭാവികമായി സ്വാധീനിക്കാൻ ശ്രമിച്ചു. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ശീലങ്ങൾ പ്രവചിക്കാവുന്നതാണ്, എന്നാൽ അവയെ നിയന്ത്രിക്കുമ്പോൾ നൈതികത അഥവാ എത്തിക്സ് ആവശ്യമാണ്. കമ്പനികൾക്ക് ഉപഭോക്തൃ ശീലങ്ങൾ ഉപയോഗിച്ച് ലാഭം നേടാൻ കഴിയും, എന്നാൽ വ്യക്തികളുടെ സ്വകാര്യത സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. സാഡിൽ ബാഗ് ചർച്ച് മുതൽ മോൺഗോമറി ബസ് ബഹിഷ്കരണം വരെ സാമൂഹിക പ്രസ്ഥാനങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നതാണ് ഇനി പറയുന്നത്. ഒരു വ്യക്തിയുടെ പ്രവർത്തനം എങ്ങനെ വലിയ സാമൂഹിക പ്രസ്ഥാനങ്ങളായി മാറുന്നു, അല്ലെങ്കിൽ എങ്ങനെ സാമൂഹിക മാറ്റങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നതിന് ശക്തമായ ഉദാഹരണങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. മോൺഗോമറി ബസ് ബോയ്ക്കോട്ടും റോസ പാർക്സും എല്ലാവർക്കും പരിചിതമായ ഒരു
ചരിത്ര സംഭവമാണല്ലോ. പൊതുഗതാഗത സംവിധാനങ്ങളിലെ വർണ്ണവിവേചനത്തിനെതിരെ അമേരിക്കയിലെ മോണ്ട്ഗോമറി എന്ന സ്ഥലത്ത് 1955 ഡിസംബർ 5 തിങ്കളാഴ്ച ആരംഭിച്ച ബഹിഷ്കരണ സമരമാണ് മോണ്ട്ഗോമറി ബസ് സമരം. അമേരിക്കയിലെ ബസ്സുകളിൽ അക്കാലത്ത് വെളുത്തവർ മുൻസീറ്റുകളിലും കറുത്തവർ പിൻസീറ്റിലുമായിരുന്നു യാത്ര ചെയ്തിരുന്നത്. മുൻനിരയിലെ സീറ്റുകൾ തികയാതെ വന്നാൽ വെളുത്തവർക്കായി പിന്നിലെ സീറ്റുകൾ മാറിക്കൊടുക്കേണ്ടിയിരുന്നു. വർണ്ണവിവേചനത്തിനെതിരെ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നിരുന്ന ആ കാലത്ത് 1955 ഡിസംബർ 1 റോസ പാർക്സ് എന്ന ആക്ടിവിസ്റ്റ് ബസ്സിലെ സീറ്റ് ഒഴിഞ്ഞുകൊടുക്കാൻ വിസമ്മതിക്കുകയും അതിനെ തുടർന്ന് അറസ്റ്റിലാവുകയും ഉണ്ടായി. ഇതിനെ തുടർന്ന് മാർട്ടിൻ ലൂഥർ കിങ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ജനം ബസ്സുകൾ ബഹിഷ്കരിക്കുകയും കാൽനടയായും മറ്റും സഞ്ചരിക്കുകയും ഉണ്ടായി. 381 ദിവസം നീണ്ടുനിന്ന ഐതിഹാസികമായ ഈ സമരത്തെ തുടർന്ന് പൊതുഗതാഗത സംവിധാനത്തിലെ വർണ്ണവിവേചനം നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കപ്പെട്ടു. റോസ പാർക്സ് ധീരതയുടെ പ്രതീകമായി മാറി. എന്നാൽ പുസ്തകം വ്യക്തമാക്കുന്നത് ആ പ്രസ്ഥാനത്തിന്റെ വിജയത്തിന് പിന്നിൽ സാമൂഹിക ബന്ധങ്ങളുടെ ശക്തമായ ശൃംഖല ഉണ്ടായിരുന്നു എന്നതാണ്. റോസ പാർക്സ് ഒറ്റയാളായിരുന്നില്ല. അവർ പല സാമൂഹിക കൂട്ടായ്മകളുടെ ഭാഗമായിരുന്നു. ഈ ബന്ധങ്ങൾ പ്രതിഷേധത്തെ വേഗത്തിൽ വ്യാപിപ്പിക്കാൻ സഹായിച്ചു. ഈ ഉദാഹരണത്തിന്റെ അടിസ്ഥാനത്തിൽ സാമൂഹിക ശീലങ്ങളെ 3 ഘട്ടങ്ങളായി വിശദീകരിക്കുന്നു. ദുർബല ബന്ധങ്ങൾ, പരിചയങ്ങൾ, സഹപ്രവർത്തകർ, സമൂഹത്തിലെ ചെറിയ ബന്ധങ്ങൾ. ശക്തമായ ബന്ധങ്ങൾ, അടുത്ത സുഹൃത്തുക്കൾ, കുടുംബം. പുതിയ സാമൂഹിക ശീലങ്ങൾ, സമൂഹം അംഗീകരിക്കുന്ന പുതിയ ശീലങ്ങൾ. മോണ്ട്ഗോമറി ബസ് ബോയ്ക്കോട്ട് വിജയിച്ചത് ആളുകൾക്ക് വ്യക്തിപരമായ സമ്മർദ്ദവും സമൂഹത്തിന്റെ പിന്തുണയും ഒരുമിച്ച് ലഭിച്ചതിനാലാണ്. ഒരാൾ ബഹിഷ്കരിക്കുമ്പോൾ കൂട്ടുകാർ കൂടി പിന്തുണ നൽകി. അത് ഒരു സാമൂഹിക ശീലമായി മാറി. ഇവിടെ സാഡിൽ ബാക്ക് ചർച്ച് എന്ന വലിയ സഭയുടെ വളർച്ചയും വിശദീകരിക്കുന്നു. അവിടെ ആളുകൾ ചെറിയ ഗ്രൂപ്പുകളായി ചേരുന്നതിലൂടെ പങ്കാളിത്തവും ഉത്തരവാദിത്വവും ഒരു ശീലമാക്കി മാറ്റി. വ്യക്തികൾ സമൂഹത്തിന്റെ ഭാഗമാകുമ്പോൾ അവരുടെ പെരുമാറ്റം സ്വാഭാവികമായി മാറുന്നു. ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന മുഖ്യ സന്ദേശം: വലിയ സാമൂഹിക മാറ്റങ്ങൾ സംഭവിക്കുന്നത് വ്യക്തിഗത ധൈര്യവും സാമൂഹിക ശീലങ്ങളും ഒന്നിക്കുമ്പോഴാണ്. ഒരു സമൂഹത്തെ മാറ്റാൻ നിയമങ്ങൾ മാത്രം മതിയാകില്ല. പുതിയ ശീലങ്ങൾ സമൂഹത്തിലെ നിത്യജീവിതത്തിന്റെ ഭാഗമാകണം. സ്വതന്ത്ര ഇച്ഛയുടെ നാഡീശാസ്ത്രം. നമ്മുടെ ശീലങ്ങൾക്ക് നാം ഉത്തരവാദികളാണോ? പുസ്തകത്തിന്റെ അവസാനത്തിൽ ഏറ്റവും ആഴമുള്ള ഒരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾ ശീലങ്ങളുടെ ഫലമാണെങ്കിൽ അതിന് നാം ഉത്തരവാദികളാണോ? ഈ ചോദ്യത്തെ നൈതികവും നിയമപരവുമായ ദൃഷ്ടികോണുകളിൽ നിന്ന് നോക്കിക്കൊണ്ട് ഈ പുസ്തകം പരിശോധിക്കുന്നു. ശീലങ്ങൾ പലപ്പോഴും ബോധപൂർവമല്ലാതെ പ്രവർത്തിക്കുന്നുവെങ്കിലും അവയെ തിരിച്ചറിയാനും നിയന്ത്രിക്കാനും മനുഷ്യന് കഴിവുണ്ടെന്നാണ് ഇവിടെ വാദിക്കുന്നത്. ചൂതാട്ട ലഹരിയുള്ള ഒരു വ്യക്തിയുടെ കേസ് ഉദാഹരണമായി ഇവിടെ അവതരിപ്പിക്കുന്നു. അവന്റെ മസ്തിഷ്കത്തിലുണ്ടായ മാറ്റങ്ങൾ കാരണം ചൂതാട്ടം ഒരു നിർബന്ധിത ശീലമായി മാറിയിരുന്നു. ഇത് നിയമപരമായി അവന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് കാരണമായി. പുസ്തകം വ്യക്തമാക്കുന്നത് ശീലങ്ങൾ നമ്മുടെ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുന്നു. പക്ഷേ ശീലങ്ങളെ മാറ്റാനുള്ള ഉത്തരവാദിത്വം നമ്മിൽ നിന്ന് പൂർണ്ണമായും മാറുന്നില്ല. ഒരു വ്യക്തി തന്റെ ദുശീലത്തെ തിരിച്ചറിയുകയും അത് മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കുന്നുവെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ മാറ്റത്തിന് ശ്രമിക്കേണ്ടത് അവന്റെ ഉത്തരവാദിത്തമാണ്. സമൂഹവും നിയമവും ഈ ഉത്തരവാദിത്വത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ഈ ഭാഗം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം വിശ്വാസം അഥവാ ബിലീഫ് എന്ന ആശയത്തിലേക്കാണ് തിരിച്ചെത്തുന്നത്. എനിക്ക് മാറാൻ കഴിയും എന്ന വിശ്വാസമില്ലാതെ ശീലമാറ്റം സാധ്യമല്ല. പുസ്തകം അവസാനിപ്പിക്കുന്നത് ഒരു പ്രത്യാശയോടെയാണ്. ശീലങ്ങൾ ശക്തമാണ്, പക്ഷെ അവ നമ്മെ നിയന്ത്രിക്കേണ്ടതില്ല. അവയെ മനസ്സിലാക്കി ബോധപൂർവമായി തിരഞ്ഞെടുക്കുമ്പോൾ വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ദ പവർ ഓഫ് ഹാബിറ്റ് എന്ന പുസ്തകം നമ്മെ ഒരു പ്രധാന തിരിച്ചറിവിലേക്കാണ് നയിക്കുന്നത്. നമ്മൾ കരുതുന്നതിലും കൂടുതൽ നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നത് ശീലങ്ങളാണ്. എന്നാൽ അതോടൊപ്പം തന്നെ അവയെ മാറ്റാനുള്ള കഴിവും ഉത്തരവാദിത്വവും നമ്മൾക്കുണ്ടെന്ന് ഈ പുസ്തകം ശക്തമായി ഓർമ്മിപ്പിക്കുന്നു. പുസ്തകത്തിന്റെ ആദ്യ ഭാഗം വ്യക്തിഗത ശീലങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നതും സൂചന, പ്രവർത്തനം, പ്രതിഫലം എന്ന ഹാബിറ്റ് ലൂപ്പ് മനസ്സിലാക്കിയാൽ ശീലമാറ്റം സാധ്യമാണെന്നും പഠിപ്പിക്കുന്നു. രണ്ടാം ഭാഗം ശരിയായ കീസ്റ്റോൺ ശീലങ്ങളും ഇച്ഛാശക്തിയും ഉപയോഗിച്ച് സംഘടനകൾ എങ്ങനെ വലിയ വിജയങ്ങൾ കൈവരിക്കുന്നു എന്ന് കാണിക്കുന്നു.
മൂന്നാം ഭാഗം വ്യക്തികളുടെ ശീലങ്ങൾ എങ്ങനെ സാമൂഹിക ശീലങ്ങളായി മാറി ചരിത്രപരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു എന്നത് വിശദീകരിക്കുന്നു. ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ ശക്തി ശീലങ്ങളെ ഒരു വിധി എന്ന നിലയിലല്ല, മറിച്ച് ഒരു ഉപകരണം എന്ന നിലയിൽ കാണിക്കുന്നതാണ്. ദുശ്ശീലങ്ങൾ മാറ്റാനും നല്ല ശീലങ്ങൾ വളർത്താനും വ്യക്തിപരമായും സാമൂഹികമായും മുന്നേറാനും മനുഷ്യന് കഴിവുണ്ടെന്ന് പുസ്തകം തെളിയിക്കുന്നു. അതിനാവശ്യമായത് ബോധം, വിശ്വാസം, തുടർച്ചയായ പരിശ്രമം എന്നീ 3 ഘടകങ്ങളാണ്. അവസാനമായി ദ പവർ ഓഫ് ഹാബിറ്റ് എന്ന പുസ്തകം നമ്മോട് പറയുന്നത് വളരെ ലളിതമാണെങ്കിലും ശക്തമായ ഒരു സന്ദേശമാണ്. നമ്മൾ ആരാണെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ശീലങ്ങളാണ്. പക്ഷേ നമ്മുടെ ശീലങ്ങൾ എന്താകണമെന്ന് തീരുമാനിക്കുന്നത് നാം തന്നെയാണ്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.